കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു യുഎഇയിൽ വെള്ളപ്പൊക്കമുണ്ടായത്. മലയാളികൾ ഉൾപ്പെടെ നിരവധി പേരുടെ ജീവിതത്തെ ഇത് ബാധിക്കുകയും ചെയ്തു. കേരളത്തിൽ പ്രളയമുണ്ടായപ്പോൾ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയവരാണ് മലയാളികൾ. യുഎഇയിലും സമാന രീതിയിലുള്ള രക്ഷാപ്രവർത്തനം നടത്തിയ പ്രവാസി മലയാളികളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ഒരു മാധ്യമമാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. എമിറാത്തി പൗരനായ ജാസിം ഉബൈദ് ഹുമൈദ് ഹിലാൽ അൽ സാബിയെയാണ് മലയാളികളായ ബാബുരാജ്, ഉമറുൽ ഫാറൂഖ്, മുഹമ്മദ് നിസാർ, നൂറുദ്ദീൻ എന്നിവർ രക്ഷിച്ചത്. ഈ മാസം 16-ന് ശക്തമായ മഴയായിരുന്നു. കൽബയിലാണ് ഈ മലയാളികളുടെ താമസം. കനത്ത മഴ പെയ്തതോടെ സാധനങ്ങളെല്ലാം സൂക്ഷിച്ചു വെച്ചു. തുടർന്ന് തൽക്കാലം സുരക്ഷിതമായ മറ്റൊരിടത്തേക്ക് താമസിക്കാൻ ഇവർ തീരുമാനിച്ചു. നൂറുദ്ദീന്റെ ജോലി സ്ഥലത്തേക്കായിരുന്നു പോയത്. റോഡിൽ നിറയെ വെള്ളമാണ്. ഇതിനിടയിലാണ് പിക്കപ്പിൽ കുടുങ്ങിക്കിടക്കുന്ന എമിറാത്തി പൗരനെ കണ്ടത്. പിക്കപ്പ് ഒലിച്ചു പോകുമെന്ന് മനസ്സിലായതോടെ അതിസാഹസികമായി അദ്ദേഹത്തെ പുറത്തെടുത്തു. എന്നാൽ പിക്കപ്പിനുള്ളിലായിരുന്നു അദ്ദേഹത്തിന്റെ വീടിന്റെ താക്കോലും ഫോണുമെല്ലാം ഉണ്ടായിരുന്നത്. ഇതെല്ലാം വളരെ സാഹസികമായി എടുത്തു. രക്ഷകരെ കെട്ടിപ്പിടിച്ച് എമിറാത്തി പൗരൻ പണം വാഗ്ദാനം ചെയ്തെങ്കിലും അവർ വാങ്ങിയില്ല. അദ്ദേഹത്തെ വീട്ടിൽ കൊണ്ടുവിട്ടു. ദിവസങ്ങൾക്ക് ശേഷം വളരെ അപ്രതീക്ഷിതമായി എമിറാത്തി പൗരന്റെ കോൾ എത്തി. കാണാൻ വരാമോ എന്ന് ചോദിച്ചു. അവിടെ ചെന്നപ്പോൾ ഊഷ്മളമായ സ്വീകരണമാണ് തങ്ങൾക്ക് ലഭിച്ചതെന്ന് മലയാളികൾ പറയുന്നു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഇവർ വന്നില്ലായിരുന്നുവെങ്കിൽ താൻ ഇന്ന് ജീവനോടെയുണ്ടാകില്ലെന്ന് അവിടെയുണ്ടായിരുന്നവരോട് പറഞ്ഞു. ചായ സൽക്കാരവും നടത്തി. യുഎഇയിൽ കഴിഞ്ഞ 75 വർഷത്തിനിടയിലെ ഏറ്റവും കനത്ത മഴ തുടരുകയും ജനജീവിതം സ്തംഭിക്കുകയും ചെയ്തപ്പോൾ സഹജീവികളെ ചേർത്തു പിടിക്കാൻ പതിവ് പോലെ മലയാളികളാണ് രംഗത്തെത്തിയത്. വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയും മറ്റു സമൂഹമാധ്യമത്തിലൂടെയും ആളുകൾ പരസ്പരം കൈകോർത്ത് സന്നദ്ധ സേവനം നടത്തുന്നു. അർദ്ധരാത്രി കഴിഞ്ഞും ആളുകൾ സേവനം തുടരുന്ന ഹൃദയസ്പർശിയായ കാഴ്ചകളായിരുന്നു അത്. യുഎഇയുടെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവരും രാജ്യത്ത് ഇതര ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും അമേരിക്ക, യൂറോപ്പ് എന്നിവിടങ്ങളിൽ നിന്നുമൊക്കെ പെരുന്നാൾ ആഘോഷത്തിനും സന്ദർശനത്തിനും എത്തിയ ഒട്ടേറെ പേരും യാത്ര ചെയ്യാൻ സാധിക്കാതെ പാതി വഴിയിൽ കുടുങ്ങിയിരുന്നു. വിമാനത്താവളങ്ങൾ, വിവിധ മാളുകൾ, മെട്രോ സ്റ്റേഷനുകൾ തുടങ്ങിയിടങ്ങളിലെല്ലാം ഭക്ഷണം പോലും കഴിക്കാനാകാതെ ആളുകൾ കുടുങ്ങി. ദുബായിലെ പ്രധാന ഹൈവേ ആയ ഷെയ്ഖ് സായിദ് റോഡിൽ വൻ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടതും ദുബായ് മെട്രോ റെഡ് ലൈൻ സർവീസ് ചില നേരങ്ങളിൽ മുടങ്ങിയതും പബ്ലിക് ബസ്, ടാക്സി എന്നിവ ലഭിക്കാത്തതും പ്രതിസന്ധിക്ക് കാരണമാകുകയും ചെയ്തു. താമസിക്കാൻ ഹോട്ടലുകൾ ലഭിക്കുക എന്നതും ശ്രമകരമായിരുന്നു. മഴ തോർന്നാൽ ഗതാഗതം പുനരാരംഭിക്കുമെന്ന് കരുതി മണിക്കൂറുകളോളം കാത്തിരുന്നവർ നിരവധി പേരായിരുന്നു. കഴിയും വിധം ഇവരെയെല്ലാം സഹായിക്കാൻ ശ്രമിക്കുകയാണ് കൂട്ടായ്മകൾ ചെയ്തത്. ശക്തമായ മഴയിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവർക്ക് വേണ്ട സഹായം ചെയ്യാൻ വേണ്ടി മലയാളികൾ ആരംഭിച്ച റെയിൻ സപ്പോർട്ട് യുഎഇ എന്ന പേരിലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി മഴക്കെടുതി അനുഭവിക്കുന്ന 100 കണക്കിന് പേർക്ക് ഇതിനകം സഹായവും ലഭിച്ചിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.